ഞാനിങ്ങനെ പിള്ളമാരൊന്നും ആരും കാണുന്നില്ലല്ലോ. ഏടാ പോയിനുമാ പിള്ളേരെല്ലാം? ആരാണ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവില്ലേ? അതൊക്കെ അടുക്കള പണിയില്ലേ? ആരാണ് ഇന്ന് ഉച്ചക്കാ പോണ്ടെന്ന് പറയുന്നുണ്ടായില്ലേ? എന്നാ പിന്നെ വരുമായിരിക്കും. ചെതയല്ലേ വരുന്നത്. അച്ഛ അമ്മ രണ്ടാളും ചായ കുടിച്ചുവാ. ഓ ചായയെല്ലാം കുടിച്ചു മോളെ. നിന്നെ കാണാനായിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. എടാ നാരായണ പനി അതിലേക്ക് പോകുന്നുണ്ടായി. മീൻ മേടിക്കാനാന്നോമ്മ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായി. എന്നാ കഴിച്ച നാരങ്ങ. ഇനി പുറത്തേക്ക് പോയാൽ എട്ടിന്റെ പണിയും കൊണ്ടേലും വരൂലുപ്പാ. ഒരു സ്ഥലത്ത് ഇരിക്കാൻ വിടൂല. കണ്ടച്ച കുറ്റം പറയുന്നു. നാരങ്ങ മനുഷ്യന് കുറ്റായി. നല്ല മാതള നാരങ്ങ അച്ചാ. ഇതാ അടിപൊളി അച്ചാറാക്കി കൂടെ. ഇതാ വാസന. അവള് തമാശക്ക് പറഞ്ഞാലടാ, നല്ല അച്ചാറാക്ക മാങ്ങാരങ്ങ. ഓ അച്ഛന് തമാശാന്ന് എത്ര വേഗം മനസ്സിലായി. കൊണ്ടാ ഞാൻ ആക്കാം. അമ്മ മുറിച്ചിടാൻ കൂടണേ. നമ്മ നോക്കറേതാ നമ്മളെവിടെ ഉണ്ടാവുമ്പോൾ തന്നെ അല്ലേ? സാധനം ഞാൻ ഇത് കണ്ടിട്ട് വാങ്ങിയത്. നല്ല സ്മെല്ലും അല്ലേ? നല്ല സ്മെല്ലില്ലേ? അടിപൊളി സ്മെല്ലില്ലേ? എന്നാ വേഗം മുറിച്ചോ മതി. മുറിക്കണ്ടേ? ചെത്തണ്ടേ? തോല് കളയണല്ലേ? അച്ചാറ് പറഞ്ഞാല് കഴിഞ്ഞു. അല്ലെങ്കിൽ മേടിച്ചോണ്ടന്നിന് ഈ മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് ഈ സാധനം മേടിക്കണം. അച്ഛാ കഴുകണം. എന്റെ അമ്മ കഴുകണം. മുറിക്കുന്നേ? മുറിക്കട്ടെ? റെഡി 1 2 3. ഇങ്ങനെയാ അത് സ്മെല്ലാണല്ലേ? പറഞ്ഞിന് ടേസ്റ്റ് ഉണ്ടാവൂല. അപ്പൊ ചെറിയ കഷ്ണാക്കി നല്ലോണം പുളി ചേർക്കണ്ടേ? പുളി നല്ലോണം ചേർക്കണ്ടേ? ഇനി പുളി കുറവല്ല അല്ല? ഇനി അല്ല പുളി കുറവാണല്ലേ ഈ നാരങ്ങക്ക്? നല്ലോണം പോകണം അല്ലേ? നല്ലോണം പോവണത് കുക്കറിൽ ഇടേണ്ടി വരുവാ. ഒരു കഷ്ണം നോക്കണേ. അതിന്റെ സ്മെല്ല് കാണുമ്പോ ഭയങ്കര ചെറിയ കഷ്ണം. ഇതെല്ലാം കളഞ്ഞാലൊന്നും ഉണ്ടാവൂല. പുളിയെല്ലാം പുളി എന്തിനീര് കൂട്ടുന്നു? ഇതെല്ലാം മധുരം കേട്ടാ. ഇതിന്റെ വെട്ടി അങ്ങനത്തെ സാധനം നല്ല മധുരമുണ്ട്. അപ്പൊ ഇതെല്ലാം മുറിച്ചിട്ടെ തോലെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണാക്കി ഇട്ട്. ആരാട്ടന് വായിന്ന് ഇങ്ങനെ വെള്ളം ഓടുന്നു. അത്ര വേണോ ഒരു കഷ്ണം? വേണ അമ്മക്ക് വേണോ ഒരു കഷ്ണം? വേണ്ടേ? കച്ചറിയുണ്ട്. തോല് കളഞ്ഞോ? അപ്പൊ ഇത് ചെറിയ ചെറിയ കഷ്ണാക്കി ഇടട്ടെ. അച്ഛ ഈ മാതള നാരങ്ങന്റെ അച്ചാർ കൂട്ടാത്തത് കൊറേ നാളായി അല്ലേ? കൊറേ ആയി. ഏകദേശം ഒരു കൊല്ലത്തിന് മേലെയായി തോന്നുന്നു അല്ലേ? നമ്മൾ ഇവിടെ ഉണ്ടായത് എല്ലാം നിങ്ങൾ കൊത്തിയിട്ടല്ലേ? എല്ലാം കൊത്തി കളഞ്ഞിട്ടാണ്. അച്ഛ മീനാന്ന് വിചാരിച്ചിട്ട് പൂച്ചയുടെ കുത്തിരിക്കും നോക്കറാ. ഇന്ന് മീനൊന്നും ഇല്ല മോളെ. അച്ഛാ ഇതാണ് ഗണപതി ഹോമത്തിന് എടുക്കുന്ന നാരങ്ങ. ഗണപതി ഹോമത്തിന് എടുക്കുന്ന നാരങ്ങ ഇതാ. ഗണപതി ഹോമത്തിന് എല്ലാം എടുക്കേണ്ട, അമ്പലങ്ങളിലെല്ലാം എടുക്കേണ്ട നാരങ്ങ ഇതാണ്. അതെല്ലേ? അപ്പൊ പിന്നെ ഗണപതി നാരങ്ങ എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ? ഏത് നാരങ്ങയും പറ്റൂല. അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടല്ലേ നാരങ്ങക്ക്? പൂജക്കെല്ലാം വേണം ഇത്. അതന്നെ കൂടുതൽ ഈ ചെലവാകുന്നത് ഇത് തന്നെ. എപ്പം അമ്പലങ്ങളിൽ വേണ്ടേ ഓരോ പൂജക്ക് നല്ല മടി വരും. അത്ര വേണ്ട ഒരു കഷ്ണം. ഇതെല്ലാം കൃഷി ചെയ്യുന്നവരുണ്ടാവില്ലല്ലേ? ഇപ്പം
ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും എല്ലാം പേടി പോണം മണിക്കണങ്ങളിൽ. പച്ചക്കറി പീടിയിലുണ്ടാവും അധികം. ചിലക്കെല്ലാം ഉണ്ടാവും നാട്ടിൽ വളർത്തിയിട്ട്. നടലില്ല, ആകെ അത്ര സ്ഥലമില്ല. അപ്പൊ നമ്മൾ നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ടേ. അപ്പൊ ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് ചേരുവകളുണ്ട്. പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പൊടികളാണ്. അപ്പൊ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാവട്ടെ. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. നല്ലെണ്ണ ഉള്ളി ഒഴിച്ചു 100 നല്ലെണ്ണ അല്ലേ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പൊ നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലെ, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കുക. കല്ലുപ്പല്ലേ. പിന്നെ ഇവിടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. തീ കുറച്ചിനെ. നമ്മുടെ മുളക് പൊടി കാശ്മീരി മുളകാണ്. കുറച്ച് ഉലുവാപ്പൊടിയെ, പിന്നെ കുറച്ച് കായപ്പൊടി ഇടാം. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണം. ഇത് പുളിയില്ലാതെ നാരങ്ങയുണ്ട്. വാളംപുള്ളി വെള്ളമാണ്. പീഞ്ഞ് വെച്ച് അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ മാതൽ നാരങ്ങ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊന്ന് ഇളക്കി വെക്കുക. അടിയൊന്ന് ഇളക്കി. ഇനി നമ്മുടെ മസാലയും കറിഞ്ഞിട്ട് നമ്മുടെ നാരങ്ങ കഷ്ണം വെവിട്ട് അപ്പൊ നമ്മുടെ കഷ്ണങ്ങൾ ഏകദേശം വെവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 അണി നമ്മുടെ വെല്ലം, ശർക്കര അല്ലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെ ചെറിയ കയ്പുണ്ടാവും അല്ലെ, നാരങ്ങ കയ്പിളകും. അപ്പൊ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ വെല്ലം കൂടെ ഒന്ന് ഇതാവട്ടെ. അപ്പൊ നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി വേവിക്കുക. ഇല്ലേ, ഓക്കെ. അങ്ങനെ നമ്മുടെ മാതള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ഛനും അമ്മക്കും കൊണ്ട് കൊടുക്കട്ടെ. അച്ചാറ് അമ്മ കുളിക്കേന്ന് ആടെ വെക്കട്ടെ. ഒരു ടാറ്റ കൊടുത്തെ. 2 മാങ്ങ ഇട്ടിനെ, 2 ഞാൻ